ഈ കഥയിൽ അമ്മായി അമ്മയാണോ അമ്മായി അച്ഛനാണോ വില്ലൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയാണോ ഭർത്താവാണോ വില്ലൻ എന്ന് നമ്മൾ തിരിച്ച് ചോദിക്കേണ്ടി വരും. അങ്ങനെ ഒരു കഥയാണ് ഇന്ന് ജഷിത പറയുന്നത്. എന്തായാലും ജഷിതയുടെ മേലേക്ക് നമുക്കൊന്ന് കിടക്കാം. മാഡം, എൻ്റെ പേര് ജഷിത, യഥാർത്ഥ പേരല്ല കേട്ടോ. എനിക്ക് 26 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. എൻ്റെ അമ്മ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനുമായി പിണങ്ങിപ്പിരിഞ്ഞതാണ്. വിവാഹമോചനമൊന്നുമല്ല. അമ്മ സ്വന്തം തറവാട്ടിലേക്ക് വന്നു. എന്നിട്ട് അച്ഛനുമായി പിരിഞ്ഞ് ജീവിക്കുകയാണ്. അച്ഛൻ ചിലവിന് പൈസ മാസം മാസം അമ്മയുടെ അക്കൗണ്ടിൽ അയച്ചു കൊടുക്കും. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ പോയി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കും. പക്ഷേ എന്നാലും പൊതുവെ ഞാനും എൻ്റെ സഹോദരങ്ങളും എന്ന് വെച്ചാൽ എനിക്ക് ഇളയ 2 സഹോദരന്മാരുണ്ട്. അവർ ഇരട്ടക്കുട്ടികളാണ്. അവരെയും അമ്മ ഈ കാര്യത്തിനൊന്നും പറയില്ലെങ്കിലും പോയി കാണാനോ അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി അച്ഛനോട് സംസാരിക്കാനോ ഒന്നും പറയില്ല. അച്ഛൻ്റെ കാര്യം എന്ത് ചോദിച്ചാലും അങ്ങനെയുടെ കാര്യം എന്നോട് പറയരുതെന്ന് പറയും. എന്തിനാ പിരിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അടങ്ങും. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്താവശ്യമുണ്ടെങ്കിലും അച്ഛനെ വിളിക്കാം. സ്കൂളിലെ കാര്യമോ അല്ലെങ്കിൽ എന്താണെങ്കിലും പുള്ളിക്കാരൻ വരികയും ചെയ്യും. അദ്ദേഹത്തോട് ചോദിച്ചാലും പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ തമ്മിൽ എന്തോ ദുരൂഹമായ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ചോദിച്ചാലും പറയില്ലെങ്കിൽ പിന്നെ അറിയാവുന്നവരാരുമില്ല. അമ്മയുടെ തറവാട് പണ്ടേ അമ്മയ്ക്ക് സ്വന്തമാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഒന്ന് താമസിക്കാനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടംപോലെ സ്ഥലവും ഒക്കെയുണ്ട്. സ്വത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ അച്ഛൻ പൈസയും കൊടുക്കുമല്ലോ. അങ്ങനെ അമ്മ സുഖമായി കഴിയുന്നൊരു രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ സ്ത്രീകൾ ഭർത്താവിനെ പിരിഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂടി സങ്കടപ്പെട്ടിരിക്കും. അമ്മയ്ക്കൊരിക്കലും അങ്ങനൊരു സങ്കടം തോന്നിയിട്ടേ ഇല്ല. എന്നാൽ വേറെ എന്തെങ്കിലും കാമുകനുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഒരിക്കലും അമ്മയിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ തമാശ പറയുകയോ കൊഞ്ചിക്കുഴയുകയോ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ ഒരു ജോലി മൂഡിലുമാണ്. എന്താണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് അറിയില്ല. ഞാൻ 8ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ ഹൈസ്കൂളിലാണ്, അത് ഓർക്കുക എന്ന്. അച്ഛൻ പിരിഞ്ഞതും ഏകദേശം ആ സമയത്താണ്. നീ കാണാൻ കൊള്ളാവുന്ന സുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് വളരാൻ തുടങ്ങുന്ന ഒരു പെൺകുട്ടിയാണ്. ആവശ്യത്തിലധികം ഏച്ചുകെട്ടലുകൾ പ്രകൃതി തന്നെ നിനക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നീ ശ്രദ്ധിക്കണം. കണ്ടില്ലെന്ന് പറഞ്ഞ് അമ്മ തൊട്ട് കാണിച്ചു. എനിക്കപ്പോൾ നാണമായി. ഇതൊക്കെ ആണുങ്ങളെ കൂടുതൽ ആകർഷിക്കുമെന്ന് നീ ഓർക്കണം. ആൺപിള്ളേരാണെങ്കിൽ അത് ഏത് പ്രായത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്. സ്ത്രീയുടെ ശരീരപ്രകൃതിയിലായിരിക്കും അവരുടെ ശ്രദ്ധ. അതുകൊണ്ട് ആവശ്യമില്ലാതെ ആണുങ്ങളുമായിട്ട് ഇടപഴകാനോ അവരുടെ പ്രേമത്തിൽ അകപ്പെടാനോ പോകരുത്. പ്രേമിച്ച് ചുറ്റി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിനക്ക് പ്രശ്നമാകും. ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നം നിനക്ക് അറിയില്ലേ? ഇത്രയും TV ചാനലുകളും പത്രമൊക്കെ നീ വായിക്കുന്നതാണ്. എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണില്ല കൂടെ. അത് നീ തന്നെ മിക്കവാറും ശരിയാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നീ ഒരു ദുരന്ത നായികയായിട്ട് മാറും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നടന്നാൽ നിനക്ക് കൊള്ളാം. നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ്. ഏതെങ്കിലും സുന്ദരക്കുട്ടപ്പനോ ജിമ്മേനോ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പുറകെ ബൈക്കിന് കയറിപ്പോയി കഴിഞ്ഞാൽ നിന്റെ കാര്യം തഥൈവ. അല്ലെങ്കിൽ നീ നല്ല മിടുക്കിയായിരിക്കണം. ജീവിതം നന്നായി മാനേജ് ചെയ്യാൻ പഠിക്കണം. എങ്കിൽ പ്രശ്നമില്ല. നിന്റെ പ്രേമങ്ങൾ, മറ്റ് ബന്ധങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന സൈഡ് എഫക്ട്സ്, ഇതിലൊന്നും എന്നോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു നിവൃത്തിയുമില്ല. പക്ഷേ അല്ലാതെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇനിയിപ്പം അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ അതിലും നിൻ്റെ കൂടെ ഞാൻ കാണും. അതിലെന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ നിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് സംശയമാണ്. അത് സ്വന്തം റിസ്ക്കാണ്, ഓർത്തോളുക എന്ന് പറയും. ഇത് മിക്കവാറും 6 മാസം കൂടി ഇരിക്കുമ്പോൾ അമ്മ എന്നോട് പറയാറുണ്ട്. എൻ്റെ അനിയന്മാരത് കേൾക്കാറുണ്ട്. അവരത് കേൾക്കുമ്പോഴേക്കും കളിയാക്കി ചിരിക്കും. ഞാൻ പക്ഷേ മറുപടി ഒന്നും പറയില്ല. കാര്യം ആൺപിള്ളേരെയാണല്ലോ അമ്മമാർക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിഴക്ക് കിട്ടും. സ്വതവേ +1 ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ സ്വഭാവം ഇത്തിരി ഇളക്കത്തിലാണ്. കാര്യം ഒത്തിരി ആമ്പിളർ എൻ്റെ പുറകെ നടന്ന് സുന്ദരിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇളകുമല്ലോ. എങ്കിലും പ്രേമിക്കാൻ എനിക്ക് ഭയമായിരുന്നു. അത് അമ്മ പറഞ്ഞതോർത്താണ്. പ്രേമിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ കറങ്ങാൻ എങ്ങും വരില്ല, ഒരു കാര്യത്തിനും സമ്മതിക്കില്ല, കല്യാണം കഴിക്കില്ല എന്നൊക്കെ ഞാൻ ചുമ്മാ പറയും. ഇത് കേട്ട് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചവർ വരെയുണ്ട്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞത് ഓർക്കുമ്പോൾ എനിക്ക് അതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ള രീതിയിലാണ്
PG വരെ കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. അമ്മ പിന്നീട് എനിക്ക് വിവാഹം ആലോചിക്കാൻ തുടങ്ങി. അച്ഛനോടും ഇടയ്ക്ക് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇഷ്ടപ്പെട്ട ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അവരുടെ പൂർണ്ണ സമ്മതത്തോടെ. എനിക്കും ഇഷ്ടമായിരുന്നു. കാര്യം എൻ്റെ മനസ്സിൽ ഇത്രയും നാൾ കൊണ്ട് നടന്ന അതേ സുന്ദരനെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ആളെ കണ്ടെത്തിയത് അമ്മയാണ്. എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഉയർന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. സാമ്പത്തികമായി എല്ലാവരും സെറ്റിൽഡാണ്. വിവാഹം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, 1 വർഷത്തേക്ക് നീ ജോലിക്ക് പോകണ്ട, അത് കഴിഞ്ഞിട്ട് പതുക്കെ പോയിക്കോ, കുട്ടികളൊക്കെ കുറെ കാലം കഴിഞ്ഞ് മതി എന്നും പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ചതാണ്. ഹസ്ബൻഡ് വീട്ടിൽ ഹസ്ബൻഡ് അടക്കം 2 പേരാണ്. അവിടെ ചേച്ചിയുണ്ട്. ചേച്ചി വിവാഹിതയാണ്. കൊല്ലത്താണ് ചേച്ചിയുടെ വീട്. എൻ്റെ അമ്മായിമ്മയും കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത്. അവർ സർക്കാർ സർവീസിലാണ്. വർഷങ്ങളായി അമ്മായിമ്മ ഇവിടെ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്തിൽ. ഇപ്പോൾ സീനിയറായി, ട്രാൻസ്ഫറായി, ഉദ്യോഗക്കയറ്റം കിട്ടി. അങ്ങനെയാണ് കൊല്ലത്ത് പോയത്. അവിടെ ചെന്നതിൽ പിന്നെ അമ്മ ഇങ്ങോട്ട് ട്രാൻസ്ഫറിന് ശ്രമിച്ചിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ സ്വന്തം മകൾക്ക് പറ്റിയ ഒരു വരനെ അമ്മായിമ്മ കണ്ടുപിടിച്ചു. അങ്ങനെ ചേച്ചിയുടെ കല്യാണം നടത്തി. അവർ അവിടെ വീടൊക്കെ വെച്ച് മാറിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് അമ്മയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അമ്മായിച്ചനും അമ്മായിമ്മയും തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിനും അമ്മയുടെ നീരസമുണ്ട്. അമ്മ ഇങ്ങോട്ട് വരാത്തതിലുള്ള അമർഷമുണ്ട്. പിന്നെ കുറേ നാളൊക്കെ എൻ്റെ അമ്മായിച്ചനും എൻ്റെ ഭർത്താവും തന്നെയായിരുന്നല്ലോ വീട്ടിൽ. അതുകൊണ്ട് അവർ ചിലപ്പോൾ വെച്ച് കഴിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും. ആ വീട്ടിലെ ഭക്ഷണക്രമമെല്ലാം ഗുലുമാലാണ്. അമ്മ വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അവിടെ അടുക്കും ചിട്ടയുണ്ടാകുക. ഞാൻ ചെന്നതിൽ പിന്നെ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയെടുത്തത്. അതൊക്കെ ഹസ്ബൻഡിനോട് നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും പാചകമൊക്കെ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തു. എൻ്റെ അമ്മ ഒരു ഒന്നാന്തരം പാചകക്കാരിയാണല്ലോ. അമ്മയിൽ നിന്ന് ടിപ്പൊക്കെ പഠിച്ച് ഞാൻ ഓരോന്നൊക്കെ ഉണ്ടാക്കും. അതെൻ്റെ അമ്മായിച്ചിന് ഒത്തിരി ഇഷ്ടമാണ്. അതേപോലെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമാണ്. അങ്ങനെ വീട് ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഹസ്ബൻഡിന് എൻ്റെ അമ്മ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വിഭവങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ പറയാമേ, ചേട്ടൻ ഇത്രയും ഒന്നിച്ചുണ്ടാക്കി കൊടുക്കരുത്, പല സമയത്തായിട്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോഴേക്കും അമ്മ എന്നെ ആട്ടും. എൻ്റെ മോൻ ഞാൻ പലതും ഉണ്ടാക്കി കൊടുക്കടി, നിനക്കെന്താടി ഇത്ര അസൂയ എന്ന് ചോദിക്കും. പിന്നെ എന്തെങ്കിലും പറയാനൊക്കോ അമ്മയുടെ വായിൽ കയറി ഇറങ്ങാൻ ഞാൻ ഇനി ഒരു പേജിലൂടെ എടുക്കേണ്ടി വരും എന്ന് വിചാരിക്കും. ഹസ്ബൻഡാണെങ്കിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മ അങ്ങ് പുകഴ്ത്തും. അമ്മയുടെ സൗന്ദര്യം പോലെ തന്നെ അമ്മയുടെ കറികൾക്ക് സൗന്ദര്യമാണ്. അമ്മയുടെ തോരൻ അതൊത്തിരി നല്ലതാണ്. ഞാൻ ചോദിക്കും, അതെന്താ അമ്മ അതിനകത്ത് വല്ല അമൃതും കലക്കിയിട്ടുണ്ടോ, ഉണ്ടടി കലക്കിയിട്ടുണ്ടോ എന്ന് അമ്മയുടെ മുൻ വെച്ച് തന്നെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ അമ്മ വിജയഭാവത്തിൽ എന്നെ നോക്കും. കണ്ടോടി, നിൻ്റെ ഭർത്താവ് വരെ എന്നെ പുകഴ്ത്തുന്നു. ഞാനാണെങ്കിൽ അത് കേട്ട് അവിടെ ഇതി കർത്തവ്യധാമോടെയായിരിക്കും. അല്ലാതെ എന്താ ചെയ്യുക? അമ്മയോട് തർക്കിക്കാൻ പറ്റുമോ? വീട്ടിൽ പോയിട്ട് വന്നാൽ ഉടനെ തന്നെ അമ്മയെ പുകഴ്ത്തി പറയും. എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണ്. എൻ്റെ അമ്മയ്ക്ക് അത്രയും സ്നേഹമില്ല. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ എനിക്കൊരു അമ്മായിമ്മയെ കിട്ടി. അതുമാത്രമല്ല, നിങ്ങളുടെ അച്ഛൻ എന്തിനാണ് നിങ്ങളുടെ അമ്മയുമായി പിരിഞ്ഞത്? സത്യം പറഞ്ഞാൽ അങ്ങേർക്ക് ജീവിതത്തിൽ ഒരു നഷ്ടമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. ഇത്രയും സുന്ദരിയും സുശീലയും കൈപ്പുണ്യമുള്ളവളുമായ അമ്മ എന്തിനാണ് അച്ഛൻ ഉപേക്ഷിച്ചത്? എനിക്കറിയില്ല. നീ ചോദിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്തോ ദുരൂഹതയുണ്ട്. അച്ഛനും പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ അമ്മയുമായിട്ട് ഭയങ്കര അടുപ്പാണല്ലോ. നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? എടീ, മോളായ നിന്നോട് പറയാത്തത് എന്നോട് അമ്മ പറയുമോ? ഞാൻ ഒന്ന് ചോദിച്ചതാണ്. അമ്മ പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞതാണെന്ന്. പിന്നെ എങ്ങനെയാണ് ചോദിക്കുന്നത്? രഹസ്യമായ കാര്യമാണെങ്കിൽ അറിയാൻ വലിയ ആകാംക്ഷ വേണ്ട. അതൊക്കെ അവസാനം പ്രശ്നങ്ങളിൽ ചെന്ന് കലാശിക്കുള്ളൂ. അവരുടെ രഹസ്യമായിട്ടിരുന്നോട്ടെ. എനിക്ക് എന്തെങ്കിലും രഹസ്യം ഉണ്ടെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ എൻ്റെ അമ്മയുടെ രഹസ്യം തേടി നിങ്ങൾ നടക്കേണ്ട കാര്യമില്ലെന്നും. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് അസൂയയാണ്. അമ്മയെ ഞാൻ പുകഴ്ത്തുന്നതും അമ്മ എന്നോട് അടുത്ത് പെരുമാറുന്നതും നിനക്കൊട്ടും ഇഷ്ടമല്ല. അത് പിന്നെ ഭാര്യയല്ലേ, ഇഷ്ടം തോന്നില്ല. എടി, എന്നാലും എൻ്റെ അമ്മയില്ലേ, എൻ്റെ അമ്മ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അതിന് പകരമാണ് നിൻ്റെ അമ്മ, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, പെറ്റമ്മ എന്തായാലും അമ്മായിമ്മയല്ല, അമ്മായിമ്മ പെറ്റമ്മയാകില്ല. അതുകൊണ്ട് രണ്ടും 2 സ്ഥാനത്ത് നിർത്തായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, നിനക്കെന്നെ സംശയമാണെന്ന്. ഞാൻ പറഞ്ഞു, കുറച്ചൊക്കെ സംശയങ്ങളുണ്ട്. ഈ ലോകത്ത് ആരും പുണ്യാളന്മാരല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും. അപ്പോൾ നിന്നെ എനിക്ക് സംശയിക്കാമല്ലോ. ഞാൻ പറഞ്ഞു, കാരണം കണ്ടല്ലോ അങ്ങ് സംശയിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മധുര കലഹങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ട്. അമ്മായിച്ചനാണെങ്കിൽ എന്നോടൊരു ഫ്രണ്ടിനെ പോലെയാണ് പെരുമാറുന്നത്. ചില സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര തിരക്കായിരിക്കും. കഴിഞ്ഞ
കഴിഞ്ഞൊരു മഴക്കാലത്താണേ. ഒരു ദിവസം അച്ഛൻ 3 മണിയായപ്പോൾ വന്നു. എന്നോട് പറഞ്ഞു, മഴ തോന്നിക്കുക, ഇനി വലിയ മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു, എടി ചായ ഉണ്ടാക്കാൻ. ഞാൻ ചായ ഉണ്ടാക്കി. പലഹാരം വല്ലതും ഇരിപ്പുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ നോക്ക്, അച്ഛൻ ഇഷ്ടമുള്ള എടുത്തോണ്ട് പോകൂ എന്ന് പറഞ്ഞ് ഞാൻ ഷെൽഫ് തുറന്നു കൊടുത്തു. അച്ഛൻ നോക്കിയപ്പോൾ എന്തൊക്കെയോ ബിസ്ക്കറ്റ്സോ ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ അച്ഛൻ ഒരു പ്ലേറ്റിലാക്കി എടുത്തോണ്ട് പോയി. നീ സിറ്റ് ഔട്ടിലേക്ക് വന്നേക്ക്, ഞാൻ അവിടെ ഇരിക്കാം. രാവിലെ പത്രം വായിച്ചില്ലെന്ന് പറഞ്ഞു. ആ ഓക്കെ, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേ ചായയുമായി ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. അച്ഛൻ പുതുതായി വാങ്ങിയ ചാരിക്കിടക്കുന്ന കസേരയിലേക്ക് കാലൊക്കെ കയറ്റി വെച്ചിട്ട് പത്രം വായനയിലാണ്. ഞാൻ ടീപ്പോയിൽ വെച്ചു. ദേ ചായ ഇരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഞാനാണെങ്കിൽ അവിടെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി നിന്ന് കേട്ടോ. കൈ എന്തോ ശബ്ദം കേട്ടു. പത്രം ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ചായ എടുത്ത് അച്ഛൻ കുടിക്കുന്നു. കഷ്ടപ്പെട്ട് പത്രം വായിക്കുന്നു കേട്ടോ. ഞാനാണെങ്കിൽ നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ട് കാലുകളുടെ പൊസിഷൻ ഒന്ന് മാറി. ലുങ്കിയാണെങ്കിൽ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയാണ്. ആ സമയത്ത് കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കല്യാണത്തിനൊക്കെ ഇങ്ങനെ കുലവാഴകൾ കൊണ്ട് വെട്ടി 2 സൈഡിൽ നിർത്തില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ ചില കാഴ്ചകൾ കണ്ടത്. എനിക്കാകെ ചമ്മലായി. അച്ഛനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ചായ കുടിക്കുന്നു, ഒരു കൈ കൊണ്ട് പത്രം വായിക്കുന്നു, പിന്നെ ഓരോന്നെടുത്ത് കഴിക്കുന്നു. എന്നാലോ ഒന്ന് അനങ്ങുന്ന പോലുമില്ല. ഷെടാ, ഒന്ന് പൊസിഷൻ മാറിയിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടേനെ. ഇതിപ്പം വല്ലാതെ ആസ്വദിച്ച് പത്രം വായിക്കുകയും ചായ കുടിക്കുകയൊക്കെയാണ്. പുള്ളിക്കാരൻ എൻ്റെ മുഖം കാണാൻ പറ്റില്ല, പുള്ളിയുടെ മുഖം എനിക്കും കാണാൻ പറ്റില്ല. പക്ഷേ കാണേണ്ട കാര്യങ്ങൾ എൻ്റെ കാഴ്ചയിൽ കാണുകയും ചെയ്തു. വേണമെങ്കിൽ അവിടുന്ന് എനിക്കങ്ങ് പോകാം. പക്ഷേ എന്താണെന്ന് അറിയില്ല. കാഴ്ച ബംഗ്ലാവിൽ കിടക്കുന്ന കുട്ടിപ്പുലിയെ നോക്കുന്ന പോലെ ഞാനങ്ങ് നോക്കാൻ തുടങ്ങി. പുലിയുടെ ഒരു കൂട് പോലുമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങേരപ്പം സ്വതന്ത്രനായിട്ടാണ് എന്ന് നടക്കാറ് എന്നോർത്തപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കൗതുകകരമായ ചിരി പൊട്ടി. എൻ്റെ ഹസ്ബൻഡിനും ഇതേ സ്വഭാവമാണ്. എക്സിക്യൂട്ടീവ് സ്റ്റൈലിൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ സർവത്ര കാര്യങ്ങളും ധരിച്ചാണ് പോവുക. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാഗ് ഉൾപ്പെടെ എല്ലായിടത്തും ഒരു ഏറ് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വതന്ത്രനായിട്ടാണ് കുറേ നേരം നടപ്പ്. ഞാൻ പറയാം, എന്താ മനുഷ്യ കാണിക്കുന്നത്? ആ നിനക്കറിയില്ല, ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ച് കിട്ടിക്കൊണ്ടിരുന്നാലുള്ള ഒരു കുഴപ്പം. അച്ഛൻ്റെ സ്വഭാവം തന്നെയാകും മകനും കിട്ടിയിരിക്കുന്നത്. എന്തായാലും 10 ഗുണം 10 ഗുണം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കുമല്ലോ. നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും എൻ്റെ ഭർത്താവിനേക്കാൾ ഒരു പടി മുൻതൂക്കം നിൽക്കുകയാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ഹസ്ബൻഡിനേക്കാൾ ശ്രദ്ധാപൂർവം പരിചരിക്കുന്ന ഒരാളാണെന്ന് തോന്നിപ്പോയി. ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ ഊരിലെ പഞ്ഞം. ഇവിടെ ഒന്നിനും പഞ്ഞമില്ല. പക്ഷേ ഉണ്ണിയെ കണ്ടാൽ നമുക്കറിയാമല്ലോ. ഇങ്ങനെ പല ചിന്തകളും നൊടിയിടയിൽ എനിക്ക് അങ്ങ് പോയി. പണ്ടേ ഇത്തിരി ഇളക്കവും മറ്റ് നിഗൂഢമായ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ. അതൊക്കെ ഞാൻ പുറത്തെടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇളക്കക്കാരിയാണ്. പുറത്തേക്ക് ഞാൻ നോക്കുന്നുണ്ട്, അകത്തേക്ക് ഞാൻ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് അച്ഛൻ എന്നോട് ചോദിച്ചു, അല്ല നീ എന്താടി പുറത്തേക്ക് നോക്കുന്നത്? എന്തോ ഒരു ശബ്ദം കേട്ടു. എനിക്ക് തോന്നുന്നത് മാവിൻ്റെ ചില്ല ഒടിഞ്ഞു വീണതായിരിക്കുമെന്ന്. ആ നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കി. പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല. കയറി വന്നപ്പോൾ പഴയ പൊസിഷൻ തന്നെയാണല്ലോ. അപ്പോഴേക്കും ദർശനം നേർക്ക് നേരെയായി. അറിയാതെ ഞാൻ നോക്കി. പക്ഷേ ആ സമയത്ത് അച്ഛൻ എന്നോട് ചോദിക്കാമെന്നാണ് എന്താണെന്നും. പക്ഷേ കണ്ണുകൾ ഉടക്കി. അച്ഛൻ്റെ കണ്ണുകളും പോയി. അങ്ങനെ അച്ഛന് കാര്യം മനസ്സിലാകുന്ന രീതിയിലായി. അച്ഛൻ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് എന്നോട് പറഞ്ഞു, സോറി മോളെ, സോറി. ഞാൻ ചോദിച്ച അച്ഛൻ എന്തിനാ സോറി പറഞ്ഞേ? അതിനിവിടെ എന്തുണ്ടായി? അപ്പം അച്ഛൻ ഒന്നുമില്ല, എന്നാലും സോറി എന്നും. ഓ അതൊക്കെ സാരമില്ല അച്ഛാ, സ്വാഭാവികമായ കാര്യമല്ലേ എന്ന് പറഞ്ഞു. എന്നാലും മോളെ, ഞാൻ മനഃപൂർവ്വമാണെന്ന് നീ കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന്. മനഃപൂർവ്വമല്ലെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അച്ഛൻ്റെ സ്വഭാവം തന്നെയാണ് മോനും. പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോഴില്ലേ അച്ഛാ, അങ്ങ് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു ഏറ് വെച്ച് കൊടുത്തിട്ട് സ്വതന്ത്രനായിട്ട് അങ്ങ് നടക്കും. അതിപ്പം തെറ്റൊന്നുമല്ലല്ലോ. അച്ഛൻ്റെ സ്വഭാവം മോനും കിട്ടി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി വല്ലാതൊരു കുസൃതി ചിരിച്ചു. അപ്പോൾ നീ വ്യക്തമായി കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്തു അല്ലേന്ന്. ഞാൻ പറഞ്ഞു, ആ മനഃപൂർവ്വം അല്ലെങ്കിലും നമ്മൾ എക്സിബിഷൻ നടത്തി കഴിഞ്ഞാൽ പോയി കാണില്ലേ അച്ഛാ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു,
നീ മിടുക്കിയാണ് കേട്ടോ. കാര്യങ്ങൾ കല്ല് വെച്ച് പറയാൻ നിന്നേക്കാൾ മിടുക്കി വേറെയില്ല. അങ്ങനെ പറയരുത്. ഇതിപ്പോൾ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് അച്ഛനാണ്. നമുക്കത് സൗകര്യപൂർവ്വം മറക്കാം. അച്ഛൻ സോറി പറഞ്ഞു. ഞാനിതിൻ്റെ മറുപടിയും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അടുക്കളയിലേക്കങ്ങ് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ പുറകെ വന്നു. എടി മോളെ, എനിക്കെന്തോ വല്ലാത്തൊരു ചമ്മൽ. ഞാൻ പറഞ്ഞു, അച്ഛൻ അധികം ചമ്മേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ചമ്മലൊന്നും തോന്നില്ല, ഇതൊക്കെ സ്വാഭാവികമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ സ്വാഭാവികമാണെങ്കിലും നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാതെ ചില മാറ്റങ്ങളുണ്ടായി മോളെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് മാറ്റങ്ങൾ? അച്ഛന് ഹർട്ട് ചെയ്തു. അപ്പം അച്ഛൻ പറഞ്ഞു, നീ സംസാരിച്ചത് ഹർട്ട് ചെയ്തു, ഒത്തിരി ഹർട്ട് ചെയ്തു മോളെ, കണ്ടില്ലേ വന്ന മാറ്റം എന്ന് പറഞ്ഞ് അമ്മായിച്ചൻ കണ്ണ് കാണിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. വ്യക്തമായി ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും ഒരു നിഴൽ ഗോപുരം ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞച്ചാ, ഇത് ശരിയായ കാര്യമല്ല. കാര്യം ഞാൻ മരുമകളാണ്. മരുമകൾ വന്ന് ചെറിയൊരു വിഷയം സംസാരിച്ചപ്പോൾ തന്നെ അച്ഛന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ എന്നെ അച്ഛൻ നേരത്തെയും എങ്ങനെയാണ് കണ്ടത്? മരുമകളായിട്ട് തന്നെയാണോ? എടി മോളെ, എനിക്കിതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ 1-2 മിനിറ്റത്തെ സംഭാഷണം എന്നെ ആകെ മാറ്റി മോളെ. എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛന് ഇതിൻ്റെ ഭവിഷ്യത്ത് വല്ലതും അറിയാമോ? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അവിടെ വെച്ച് അച്ഛന് കൺട്രോൾ എന്ന് പറയുന്നൊരു കാര്യം ഓർത്താൽ പോരായിരുന്നു. അത് ഞാൻ ഓർത്തതാണ്. പക്ഷേ ഒരു നിവൃത്തിയുമില്ല മോളെ. നീ ഒരു കൈ സഹായമെങ്കിലും അച്ഛന് വേണ്ടി ചെയ്യില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ, ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാതെ, അച്ഛൻ വിവരവും വിദ്യാഭ്യാസമുള്ള ആളല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിത്തിരി കൂടിപ്പോയതാണ് മോളെ കുഴപ്പം. അച്ഛൻ പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അച്ഛൻ്റെ മുറിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും പോകാൻ തോന്നുന്നില്ല എന്ന് പറയുകയാണ്. എന്നാലോ ഒരു പരിധി വിട്ട് ഇങ്ങോട്ടിട്ട് വരുന്നതുമില്ല. അങ്ങനെ കിന്നാരം ചൊല്ലി കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഓർത്തു, എന്തിന് എവിടെ ഒരു അതിർവരമ്പ്? അതൊക്കെ ചിലപ്പോൾ നമുക്ക് നിശ്ചയിക്കാൻ പോലും പറ്റില്ല എന്നോർത്തു. കൈ നീട്ടി ഞാൻ പണിക്കുറ്റം തീർന്ന പ്രതിമ അനാച്ഛാദനം ചെയ്ത പോലെയായി. നേരത്തെ അളവെടുത്ത് പട്ടുപാവാട കയ്യിൽ കിട്ടിയ ഒരു കുട്ടിയുടെ കൗതുകമായിരുന്നു എനിക്ക്. ആ കൗതുകം പിന്നീട് കളിവീടുണ്ടാക്കി മണ്ണപ്പം ചുട്ട് കളിക്കുന്ന ബാല്യകാലത്തിലേക്ക് പോകുന്നത് പോലെ ആയിപ്പോയത് ആരുടെ കുറ്റമാണ് മാഡം? വീറോട് പൊരുതുന്ന സർവ്വസൈന്യാധിപനെ, ധീരവീരശൂര എന്ന് ഞാൻ ഉറക്കെ വിളിച്ച് പറയേണ്ടി വന്നു. അത് പിന്നീട് എനിക്ക് ഒരു ശീലമായി മാറി. അവസരങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മെഗാശീലം. അത് എന്നും എന്നെ തേടി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ ജോലിക്ക് വിടാഞ്ഞത് എത്ര നന്നായെന്ന് ഭർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ ഓർത്ത് സംസാരിച്ചു. ജോലിക്ക് പോയിരുന്നെങ്കിൽ അവസരങ്ങൾ വളരെ കുറവായിരുന്നേനെ. പക്ഷേ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നു. 2 പേരെയും ഈ വീട്ടിൽ ഞാൻ നോക്കി മാനേജ് ചെയ്യണ്ടേ? അതുകൊണ്ട് തന്നെ ഭർത്താവും ഞാനും പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ ഫെയിലായി. എൻ്റെ ഡേറ്റ് തെറ്റി. പക്ഷേ ഹസ്ബൻഡിന് അറിയില്ലല്ലോ. അദ്ദേഹം പോട്ടെ, ഇത്രയും നാളായില്ലേ, ഇനിയിപ്പോൾ എന്താ എന്നുള്ള രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ കാരണം എൻ്റെ മനസ്സിൽ കൊളുത്തി വലിച്ചു. പക്ഷേ ആരോടും ഞാനൊന്നും പറഞ്ഞില്ല. സന്തോഷം ഭാവിച്ചു. എൻ്റെ മനസ്സിൽ മാത്രമായിരുന്നു ആശങ്കകൾ. അറിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഇനിയിപ്പം ആ വീട്ടിൽ നിന്ന് മോള് ജോലിയൊന്നും ചെയ്യേണ്ട, വീട്ടിലേക്ക് ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാനും ഓർത്തു, വീട്ടിലേക്ക് പോകുന്നതാണ് സേഫ്. 2 പേരെയും അധികം അഭിമുഖീകരിക്കേണ്ടി വരില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, മോനെ ഇനി എന്നും മോനിവിടെ വരണം, അല്ലെങ്കിൽ ഇവിടെ അങ്ങ് താമസിക്കേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് സ്ഥിരമായിട്ടിവിടെ താമസിക്കാൻ തുടങ്ങി. വല്ലപ്പോഴും മാത്രം വീട്ടിൽ പോകും. അമ്മായിച്ചനും ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് സംസാരിക്കും. ഒരു ദിവസം അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആരുമില്ലായിരുന്നു. അമ്മയാണെങ്കിൽ അച്ഛന് ചായ കൊടുത്ത ശേഷം അപ്പുറത്തേക്കും പോയി കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് ആരോ വിളിച്ചു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ വരുന്നത് വരെ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എങ്കിൽ നീ ഒരു കയ്യൊപ്പ് പതിപ്പിക്കൂ, എത്ര നാളായെന്ന്. വേണ്ട അച്ഛാ, റിസ്ക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്ലീസ് ഒരു കയ്യൊപ്പ് മാത്രമല്ലേ ഉള്ളൂ, നീ ഒരു കാര്യം ചെയ്യേ, ക്രിക്കറ്റ് കളിക്കാരൊക്കെ ബാറ്റിൽ ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കില്ലേ കയ്യൊപ്പ് എന്ന് പറഞ്ഞതുപോലെ നീ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കാത്തു നിന്നില്ല.
കയ്യൊപ്പ് ചാർത്താൻ വേണ്ടി കൈ നീട്ടി ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിടിയിൽ ഇത്രയൊന്ന് നീണ്ടുപോയി. അതൊക്കെ ഒരു കുസൃതിയല്ലേ. പക്ഷേ ഇതിനിടയ്ക്ക് അമ്മ ചാടി വന്നു. അമ്മ അറിയാതെ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും എല്ലാം മാനേജ് ചെയ്തു. അമ്മ സന്തോഷവതിയായിരുന്നു. പ്രത്യേകിച്ച് സംശയമൊന്നും കാണിച്ചില്ല. അച്ഛൻ പോവുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എന്തായാലും നിന്റെ തരികിടയും ലീലാവിലാസങ്ങളും എനിക്ക് അന്നോടുകൂടി മനസ്സിലായെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. അമ്മ എന്താ കണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും എല്ലാം ഞാൻ കണ്ടുപിടിച്ചു. സത്യം പറ എന്ന് പറഞ്ഞ് അമ്മ തുറന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, കൺഫ്യൂഷനാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെയൊന്നും കാരണം എന്താണെന്നോ ആരാണെന്നോ നിനക്കറിയില്ല, അങ്ങനെയല്ലേ നിന്നോട് ചോദിച്ചു. ഞാൻ തലയാട്ടി. അമ്മ എനിക്കൊരു കിഴുക്ക് തന്നു. എടീ, നീ ഭയങ്കര മിടുക്കായി കേട്ടോ. ഇത്രയും മിടുക്ക് ആവശ്യമുള്ളൊരു സ്ത്രീക്ക് ആ കുടുംബം നീ കുട്ടിച്ചോറാക്കുമോ എന്ന് ചോദിച്ചു. അറിയാതെ പറ്റിപ്പോയതാ. പിന്നെ അറിയാതാണല്ലോ നിൻ്റെ ഓരോ കസർത്തുകൾ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മാനേജ് ചെയ്യേ, അല്ലാതെ എന്താ ചെയ്യുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറയുകയാണ്, ഞാൻ ഒരു പുനർവിചിന്തനം നടത്തി. അതിൽ കൂടി എനിക്ക് മനോഹരമായ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എന്തായാലും ഞാൻ പറഞ്ഞതുപോലെയല്ല നീ നിൻ്റെ ജീവിതം കൊണ്ടുപോയത്. നിനക്കിഷ്ടമുള്ള ചില്ലകളിലൊക്കെ നീ ഒന്ന് ചാടി നടന്നു. നിൻ്റെ ജീവിതം ഇപ്പോൾ കളർഫുള്ളാണ്. അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. അക്കരെയും കിട്ടും കുടം ഇക്കരെയും കിട്ടും കുടം എന്നുള്ള രീതിയിലാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിൻ്റെ അച്ഛനുമായി ഞാൻ എന്തിനാ പിരിഞ്ഞെന്ന് ചോദിച്ചില്ലേ, അത് ഇതുപോലെയുള്ള കാര്യങ്ങൾ 3-4 വട്ടം ഞാൻ കണ്ടു. വാണിംഗ് ചെയ്തിട്ടും അങ്ങേര് നിർത്തിയില്ല. പുറത്തങ്ങേർക്ക് മാന്യതയുടെ മുഖംമൂടിയായിരുന്നു. ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞ് സഹിക്കാൻ വയ്യാതായി. എനിക്കൊരു മകളാണല്ലോ എന്നോർത്ത് ഞാൻ പലതും ക്ഷമിച്ചും സഹിച്ചും ഒന്നുമില്ലാതെ മുന്നോട്ട് പോയി. ഇപ്പോഴിതാ എൻ്റെ മകൾ തന്നെ പാത മാറി ചവിട്ടുകയാണ്. അപ്പം പിന്നെ ഞാനെന്തിന് അടങ്ങൊതുങ്ങി നിൽക്കണം? എനിക്ക് നിൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ തന്നെ ഇത്ര അടുപ്പം എന്താണെന്ന് നിനക്ക് തോന്നിക്കാണും. അമ്മയ്ക്കുമുണ്ടടി മനസ്സിൽ മോഹങ്ങൾ. ഇനിയിപ്പോൾ അതൊന്നും ഒരു സ്ഥാനവും നോക്കി ഞാൻ അടക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ എനിക്ക് ലൈസൻസായി. നിന്റെ രഹസ്യങ്ങളുടെ താക്കോൽ എൻ്റെ കയ്യിലായിടത്തോളം കാലം നീ ഇതിന് എതിര് നിൽക്കില്ലെന്നറിയാം. അവനാണെങ്കിൽ വരമ്പത്തൂന്ന് താഴേക്ക് വീഴാനിരിക്കുകയാണ്. കയ്യാലപ്പുറത്തെ തേങ്ങ ഇങ്ങോട്ട് തന്നെ ഞാൻ വീഴ്ത്തും. നീ നോക്കിക്കോ. അമ്മയുടെ യഥാർത്ഥമെടുക്ക്. ഈ പ്രായത്തിലെങ്കിലും അമ്മ പുറത്തെടുക്കും മോളെ. ഇതിൽ നിൻ്റെ അഭിപ്രായത്തിന് യാതൊരു വിലയുമില്ല. നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. മുൻകൂർ ഒരറിയിപ്പ് എന്ന് പറഞ്ഞ് അമ്മ ചീറിപ്പാഞ്ഞു പോയി. പിന്നീട് ഹസ്ബൻഡ് വരുമ്പോഴേക്കും അതിഭയങ്കരമായ കൊഞ്ചലുകളാണ്. എൻ്റെ സഹോദരിമാർ അവിടെ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് എല്ലാം ഈസിയായിരുന്നു. അമ്മ വിജയശ്രീലാളിതയായിട്ട് എന്നോട് വന്ന് പറഞ്ഞു, ഇന്നലെ എന്തായാലും എൻ്റെ മരുമകൻ ഞാൻ പറഞ്ഞത് മുഴുവനും അനുസരിച്ചു. ഇനിയിപ്പോൾ നിനക്കും എനിക്കും ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോകാമെന്ന്. ഇത് കേട്ട് ശരിക്കും ഞാൻ വിഷമിക്കുകയും ഞെട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ ഇപ്പോൾ അനാവശ്യമായ സ്നേഹപ്രകടനങ്ങളും മറ്റുമായി തകർത്ത് നടക്കുകയാണ്. ഭർത്താവാണെങ്കിൽ ഒന്നും അറിയാത്ത ആളെ പോലെ അഭിനയിക്കുന്നു. ഞാനും സെയിം സിറ്റുവേഷൻസ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് എവിടെയെങ്കിലും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങൾ മാഡത്തിനെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് എഴുതിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെയാണ്. രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ അത് മുതലെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പണ്ട് പുരാതന കാലം മുതലുള്ള കാര്യമാണല്ലോ. നിനക്കാകാമെങ്കിൽ എനിക്കുമാകാം. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് ആ പ്രവൃത്തികൾ അനുകരിക്കുക, ഇതൊക്കെ എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. ഈ സിറ്റുവേഷൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വട്ടം കറങ്ങുന്ന ഒരു പമ്പരം പോലുള്ള സിറ്റുവേഷനാണ്. ഇതിൽ നിന്ന് വെളിയിൽ വരാൻ അത്ര പെട്ടെന്ന് പറ്റില്ല. കാര്യം പെട്ടെന്ന് നല്ലവരാകാൻ എത്ര പേരെ കൊണ്ട് പറ്റും? കറങ്ങിക്കൊണ്ടിരിക്കുന്ന പമ്പരം എവിടെ എപ്പോൾ എങ്ങനെ വീഴുമെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയായതുകൊണ്ട് ഈ അവസ്ഥ നമുക്ക് വായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായ റെമഡി ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.